ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇൻട്രോ ഒന്നും എടുക്കാനുള്ള സമയമില്ല. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പോൾ രാവിലത്തേക്ക് നമുക്ക് ഇലയടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടോ മാർക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് സെറ്റിൽ ചെയ്ത് പിന്നെ നമുക്കുള്ള ഇലയട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ചുടൽ പരിപാടിയിലേക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചോറ് വേണം ഉച്ചയ്ക്കത്തെ. ഈ ചോറല്ല, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വയ്ക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട് രാജകുമാരിന്ന്. അപ്പോൾ ചേച്ചി ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചി ഇത് വൃത്തിയായി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അളിയും കോള് വിളിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. അതാണ്ട് അവൻ അതും കൊണ്ട് നടക്കുകയാണ്. അച്ഛൻ്റെ ഫോൺ കോൾ വന്നപ്പോൾ അതും കൊണ്ട് നടക്കുകയാണ് കൈലാസ്. കുറേ നേരം അതും കൊണ്ട് കാണിക്കൊണ്ട് നടക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇപ്പം സംസാരിക്കുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞ് തലയൊക്കെ ചോദിച്ച് കണക്റ്റ് ആവുന്നില്ല. അത് റേഞ്ച് ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ആളറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത അവിടെ ജ്യൂസും കുടിച്ചിരിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തേക്ക് വന്നപ്പോൾ ജ്യൂസ് വാങ്ങി കൊടുത്തത്. അപ്പോൾ ഇന്ന് രാവിലത്തേക്കാണ് എല്ലാം കുടിക്കാൻ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് നോക്ക്, നമ്മുടെ ധാനൂസിൻ്റെ അടുത്ത കലാവിരുതാണ് കേട്ടോ. ഇവൻ ഇങ്ങനെ ഇരിക്കണം വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത് നോക്ക്, ഇത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, സ്വന്തമായിട്ട് ചെയ്തതിന്. കുറേ കാറിൻ്റെ ഷോറൂമാണ് കേട്ടോ. അവൻ്റെ കാർ കളക്ഷൻസ് എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഷോറൂമിൽ രണ്ടുപേരും മെയിനിൽ റിസപ്ഷൻ ഒരാളിരിക്കുന്നു, അല്ലാതെ കസ്റ്റമറായിട്ട് ഒരാൾ വന്നിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് വെച്ചാൽ അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ അടുക്കി എറിയിക്കും. ചേച്ചി ഒരു സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് മുക്കാൽ ഭാഗവും ചേച്ചി തന്നെ ചെയ്ത് തരും. ജോലിയുടെ മുക്കാൽ ഭാഗവും ചേച്ചി അങ്ങനെയാണ്. എല്ലാം കെയർ ചെയ്ത് എല്ലാം നേരത്തെ ചെയ്തു തരും. ഞാൻ എന്തെങ്കിലും മാനത്ത് കണ്ട ചേച്ചി അപ്പോഴേ ചെയ്ത് നോക്കി. അങ്ങനെ ചേച്ചി കുറേ ഹെൽപ്പ് ചെയ്ത് ഞാൻ താഴേക്ക് പോയിട്ട് വന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉമ്മ രണ്ടോടെ നിന്ന് കഴിഞ്ഞാൽ അമ്മാമ്മയ്ക്ക് ദേഷ്യം വരും. ഇവർ വന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇവിടെ തന്നെ നിന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവം പറയും. അതുകൊണ്ട് രണ്ടിനങ്ങോട്ട് പറഞ്ഞു വിട്ട് ചേച്ചി രണ്ടുപേരെ കൊണ്ട് പോവാണ് താഴോട്ട്. ഇവിടെ ഒരുവിധം ജോലി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തെ ആ വൈകുന്നേരം കണ്ടത് എല്ലാം മടക്കിയൊക്കെ വെച്ചേക്കുന്നിട്ട് ഞാൻ കഴിഞ്ഞ ഓഫീസിൽ പോയ സമയത്ത് കഴുകിയിട്ട് പോയി തുണികളൊക്കെ പറക്കി ഇതാ അടുക്കി വെച്ചേക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് കണ്ടത് തന്നെ. അപ്പോൾ ഞാൻ വെച്ചാൽ അതും കൂടെ എടുത്ത് വീട്ടിൽ എടുത്തില്ല വിചാരിച്ചു. അതാണ് ചേച്ചി, അത് നല്ല ഹെൽപ്പിംഗ് ആണ് ചേച്ചി. അപ്പോൾ ആ നോക്ക് നമ്മുടെ എനിക്ക് അവർ പോയി ഞാൻ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിക്കൊണ്ട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി അടുപ്പിയിരിക്കുകയാണ്. ചോറ് കഴിക്കാൻ നേരത്ത് വയ്ക്കത്തേ ഉള്ളൂ. ചിക്കൻ കറി നമ്മൾ വെറൈറ്റി അടിച്ച് വറ്റിച്ചൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പാലട നമ്മൾ ഓണത്തിന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും പായസമാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഭർത്താവാണ് വീഡിയോ എടുത്ത് വയ്ക്കുന്നത്. കൈ കണ്ടപ്പോൾ ഈ മനസ്സിലായി. ഹലോ ഗായ്സ്, എനിക്ക് ഓൺ വോയിസ് കൊടുക്കാൻ ഇത്ര നേരം പറ്റിയില്ല, കാരണം ഇച്ചിരി ജോലിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടുപ്പിലായിട്ടുണ്ട്. ഇനി ബിരിയാണി വയ്ക്കണം. ബിരിയാണി നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് വയ്ക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് കൊണ്ടുവന്നു. പിന്നെ കാഷ്യൂ നട്ട്സ് ഇംഗ്ലീഷ് നമ്മൾ പറയും പറങ്ങേണ്ടി കൊണ്ടു. അവർ തിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഇവിടെ തിളച്ച് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചില്ല. ഈ കിടക്കുന്ന വറ്റിച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന നേരം ആകുമ്പോൾ വറ്റിയായിട്ട് വരും, വറ്റിച്ച് വരും. അങ്ങനെ നോക്കുമ്പോൾ കൈലാസ് പോയിട്ട് പെട്ടെന്ന് കയറി വന്നു. ഞാൻ കാര്യം ചോദിക്കണം, എന്താണ് പെട്ടെന്ന് കയറി വന്നത്? കൈലാസ് എന്തെങ്കിലും കയറി വന്നത് അമ്മമ്മയായിട്ട് ഉടക്കിയ അത് നീ ആക്കിയിട്ട് ഒളിച്ച് നോക്കണം ഇവിടെ വന്നിട്ട്. നീ എന്താ അമ്മാമ്മയുടെ പോയിട്ടാണ് നിൽക്കാത്തത്? അമ്മാമ്മയായിട്ട് ഉടക്കിയ വഴക്ക് സംസാരിച്ച് തർക്കിച്ച് ഉടക്കിയ നീ അത്രേ വന്നുള്ളൂ. എന്ത് കന്നോ ധ്യാനുസാ? കണ്ട അവർ വന്നത്, നീ വന്നത്? വരണം തോന്നുന്നു. തെറ്റും അവിടെയൊക്കെ പോകണ്ട. ഇനി ഇവിടെ നിന്ന് നോക്കട്ടെ. സമയം 11:30 ആവുന്നു. ഞാൻ വെച്ചേ പായസം മിക്സ് അങ്ങ് വയ്ക്കാം. നിങ്ങൾ എടുത്ത് വെച്ച് കേട്ടോ. ഈ തവ കാണുമ്പോൾ എനിക്ക് ആരെ ഓർമ്മ വരും? ദർശന വീഡിയോ കാണുക. ദർശൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ ഏകദേശം എത്ര 10-12 വർഷം കൊണ്ടുള്ള സൗഹൃദമാണ് ഉണ്ണികളെ. അപ്പം ഇത് അവൾ കൊണ്ടുവന്നതാണ് ഇത് പാല് കാച്ച സമയത്ത് ഇട്ടാണ്. അപ്പോൾ ഇതെടുത്ത് വയ്ക്കുമ്പോഴൊക്കെ ഞാൻ അവളെ ഓർമ്മിക്കുന്നത്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഓർമ്മിക്കാൻ പരുവത്തിൽ എല്ലാം കൊടുക്കണം. അപ്പോൾ അതെടുത്ത് വയ്ക്കുമ്പോൾ അവർ ഓർമ്മ വരും. അപ്പം നിൻ്റെ തവ അതിന് ഞാൻ പായസം വയ്ക്കാൻ പോകുന്നു. പക്ഷേ ഒരുവിധം അകത്ത് ഇളകി തുടങ്ങിയിട്ടാ. മറ്റേ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയിട്ടേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാനിതിനകത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ചിക്കൻ കറി. അപ്പോൾ ഞാൻ മേടിച്ചൊക്കെ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാൻ. ചിക്കൻ അടുപ്പിന്ന് ഇപ്പോൾ ഏകദേശം ഇറക്കാറായി. അപ്പോൾ അത് വേണ്ടി ഞാൻ പാലെടുത്തിട്ടുണ്ട്. പായസം മിക്സാണ്. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കും. പിന്നെ ഞാൻ ചവ്വരി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് എടുത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. പക്ഷേ പാലട പായസത്തിന് ചവ്വരി വേണ്ടെന്നുള്ള സത്യം ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് നല്ല കട്ടിയായി പോയിട്ട് ഗൈസ്. അപ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റ് ആയിപ്പോയി. അങ്ങനെ എന്തായാലും അതൊക്കെ ഇട്ട് വെച്ചിട്ട് പാലട പ്രഥമനൊക്കെ റെഡിയാക്കി. നിങ്ങളെ കൊണ്ടുപോയ ചേച്ചി എവിടെ? അവിടെ നിങ്ങളെന്തിനു കൊണ്ടുപോയാ? രണ്ടിനെ അവിടെ അമ്മമ്മ എടുത്ത് കൊണ്ടുപോകും, ചേച്ചി അവിടെ ഇരുത്തിയിട്ട് അവന്മാരി. എന്തിനാ നിനക്ക്? നീ എന്തിനാ അവിടെ ഇരിക്കാത്ത അമ്മമ്മ എടുത്ത്? ഇവ ആദ്യമേ കയറി വന്നു. 2 കൺട്രി ഫെലോസ്, കുട്ടി കൺട്രീസ്
ഫാൻ അതൊന്ന് മൃഗശാലയിലെ ജീവിയെ കാണാൻ വന്നതാണ്. ഏതേനോന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പോവായിരുന്നു. തൊട്ടാ കടിക്കൂ? തൊട്ടാ കടിക്കുന്ന ജീവിയായിരിക്കും. ഇതിൽ കൂടുതൽ വലുതാവോ? അയ്യോ, ഇതിൽ കൂടുതൽ വലിയ ജീവി എന്തിനാണ്? നിങ്ങൾ ആരെങ്കിലും വന്യജീവി സംഘത്തിൽ വേണമെങ്കിൽ കൊണ്ടുപോകും. സബ്സ്ക്രൈബേഴ്സ്. കോമഡി. നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ നടക്കുന്നുണ്ടല്ലോ, ബിഗ് ബില്യൺ ഡേ സെയിൽ. അപ്പം ഞാൻ പിയേഴ്സിൻ്റെ ഒരു ബോഡി വാഷ് വാങ്ങി. നമ്മൾ സോപ്പിനേക്കാളും ലാഭം ഇതാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, ഉപയോഗിച്ച് നോക്കിയിട്ട്. അമ്മയ്ക്കും പിയേഴ്സ് സോപ്പാണ് ഇപ്പം ബോഡിക്ക് നല്ലതെന്ന് പറയുന്നത്. അപ്പം അമ്മയ്ക്ക് വന്ന് വാങ്ങിക്കണം. സോപ്പിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെ എഴുതിയിരിക്കുന്നത്. ഇത് എത്രത്തോളം ഓക്കെ ആണെന്നുള്ള അറിയത്തില്ല. എന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ ഫീഡ്ബാക്ക് പറയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറി, സാലഡ്, പപ്പടം, അച്ചാറ്, ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം. എന്നിട്ട് നമ്മൾ ചേച്ചി ബസ്സിൽ പോവാം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് വയലിൻ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ സാർ പകുതിച്ച് ക്ലാസ് മാറ്റിയിട്ട് നമ്മളെല്ലാം കൊണ്ടാക്കാം. ഇവനെ കൊണ്ട് ബസ്സിൽ വെയിലത്ത് റോഡ് പണിക്ക് നടക്കുകയല്ലേ, അപ്പം പിന്നെ പോക്ക് നടക്കാൻ പാടാണ്. അങ്ങനെ നിങ്ങൾ നേരെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഒരാൾ ഇങ്ങനെ ഉറങ്ങുന്നു, ഒരാൾ കൊഞ്ച് കണക്ക് കിടന്നുറങ്ങുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അനക്കമൊന്നുമില്ലല്ലോ. അപ്പം ചേച്ചിയും അനിയനോട് ഗേറ്റൊക്കെ തുറക്കാറ് എപ്പോഴാണ്. ചേച്ചി 2 ദിവസം അയാൾ വന്നിട്ട് എന്നാലും വീട് മൊത്തം ചവറക്കായി കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അങ്ങനെ അവിടെ കൊണ്ടാക്കി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങ് ഇറങ്ങി. അപ്പോൾ ധ്യാനൂസ് മോന്തേ വഴിച്ചിറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അവന് മൈതാനത്ത് പോകണം. കൊല്ലം മൈതാനത്ത് എന്തോ ഫെസ്റ്റിവൽ നടക്കുകയല്ലേ, അത് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലേറ്റായി, ഇനിയൊന്നും പോക്ക് നടക്കത്തില്ല, വേറെ ദിവസം വരാം എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുന്നത് കുണ്ഠിതപ്പെട്ടിരിക്കുകയാണ് എൻ്റെ കുട്ടി. അങ്ങനെ നേരെ നമ്മളെവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ധ്യാനൂസ് ആ സമയം കൊണ്ട് ഉറങ്ങിപ്പോയി കേട്ടോ. വീട്ടിൽ എത്തിയപ്പോൾ നോർമലായി. വീട്ടിൽ എത്തുമ്പോൾ ആശാ അമ്മയും അതിനും അമ്മനെ കാണുമ്പോൾ നോർമലാവും, നമുക്കറിയായിരുന്നു. വേറെ അങ്ങനെ വാശിയൊന്നുമല്ല, ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോയാൽ ശരിയാവത്തിൽ തിരക്കാണെന്നൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നതായി. അപ്പോൾ നമ്മൾ റോഡിതാ വന്നാൽ അപ്പോഴേ ഇങ്ങനെ എടുത്ത് തലയെടുത്ത് മേളിൽ വെച്ച് ഇങ്ങനെ നോക്കും കേട്ടോ നമ്മളെ. പിന്നെ അതുവഴി പോയിട്ട് അപ്പുറത്തോടെ പോയി നമ്മൾ പോയവനെ കണ്ട് തലോടിയൊക്കെ വിടും. അവൻ വരുമ്പോഴത്തേക്കും അവൻ ഇങ്ങനെ തലയെടുത്ത് മേളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇവിടെ അച്ഛനെ പറഞ്ഞില്ല. ചെന്ന് കണ്ടപ്പോഴത്തേക്ക് നോർമലായി. ഹനുമാമൻ അവനെയൊക്കെ സെറ്റ് ചെയ്ത് അകത്ത് വിടുന്നത്. ഹനുമാമൻ നിക്കറിട്ടോണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ എടുക്കല്ലേ ഇതൊക്കെ പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കും, ഞാൻ ഇടും അല്ല മോള്. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് ഒന്ന് വീണ് ഒടിഞ്ഞു പോയിട്ട് അപ്പോൾ എനിക്ക് ചേട്ടാ ശരിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ശരിയാക്കി ഇത് തിരിച്ച് വന്നപ്പോൾ ലേറ്റായി. കുറേ സമയം എടുത്ത് അതൊന്ന് ശരിയാക്കി കിട്ടാനായിട്ട്. അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോഴേക്ക് ഞങ്ങൾ അതായത് തിരിച്ചു വരികയാണ് ഗ്യാസ്. അപ്പോൾ രാത്രിയായി, 8 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അത് റെഡി ആയിക്കൊണ്ട് വരാൻ വേണ്ടി ഇവിടെ തന്നെ ഇരുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ സ്റ്റാൻഡ് ഇല്ലല്ലോ വേറെ. എന്നാൽ ഞാൻ ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അവിടെ നമ്മൾ ട്രൈപോഡ് ഓർഡർ ചെയ്തു. അപ്പോൾ അതാ നിങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ പുട്ട് വാങ്ങിക്കാൻ വിചാരിച്ചു രാത്രിത്തേക്ക്. അപ്പോൾ പുട്ട് വാങ്ങിച്ചപ്പോഴത്തേക്ക് അവിടെ നല്ല കപ്പയിരിക്കും. നമ്മൾ കപ്പ ബീഫും വാങ്ങിച്ചിട്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. ധ്യാനസ് വീണ്ടും ചോറ് കഴിച്ചായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് അവരൊരു ചാഞ്ചാട്ടം എനിക്കിവിടെ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേ. അപ്പോൾ അടുത്തുള്ള വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.